ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളോട് ഈശോ സംസാരിക്കാറുണ്ടോ? എന്നോട് ഈശോ സംസാരിക്കാറുണ്ട്. ഈശോയുടെ വചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ ലൈഫിലുള്ള കുറേ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു ഇൻസിഡൻറ്റിന് യോജിച്ച വിധത്തിലുള്ള ആ, യോജിച്ച ഒരു വചനങ്ങൾ ഈശോ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുതരും. അതായത് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിരിക്കുക, ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുക. അപ്പം ഈശോ എന്നോട് പറയും, ആ, ഈ ഒരു വചനത്തിലൂടെ പറയും, ഇങ്ങനെ സ്വർഗത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. നെഹ്മിയ 2:20. പിന്നെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വരും. ഫിലിപ്പിയർ 4:13 ശക്തനായവനിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു വചനത്തിലൂടെ ഞാനവിടെ ഭയങ്കര കോൺഫിഡൻ്റ് ആവുക ചെയ്യുന്നത്. എനിക്കവിടെ ഒരു ഹോപ്പാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ കൂടുക ചെയ്യുന്നത്. അവിടെ എൻ്റെ ടെൻഷൻ പൂർണ്ണമായിട്ട് മാറുക ചെയ്യുന്നത്. പിന്നെ അറിയാതെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഉണർന്നു കഴിയുമ്പം ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു വചനം വരും. അതായത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ പറ്റില്ലെന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നില്ലേ, ആ ഒരു വചനം എൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ എനിക്ക് സങ്കടവും, അയ്യോ ഈശോയെ ഞാൻ ഇനി അങ്ങനെ ചെയ്തില്ല, അറിയാതെ ഉറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഈശോയോട് അങ്ങനെ ഒരു കോൺവെർസേഷൻ ആ രൂപത്തിൽ ഈശോ ഇങ്ങോട്ട് വചനത്തിലൂടെ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് അങ്ങനെ റിപ്ലൈ കൊടുക്കും. പിന്നെ ഇപ്പം ഇങ്ങനെ മീൻസ് ഓരോ പ്രെയർ, അതായത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പം, അതായത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28 ഈ ഒരു വചനത്തിലൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇതെനിക്ക് സാധിക്കുന്നത് ഈ വചനമൊക്കെ ഞാൻ പണ്ട് പഠിച്ചതുകൊണ്ടാണ്. അപ്പം പണ്ട് പഠിക്കുന്ന സമയത്ത് ഈ കൊട്ടേഷൻ, അതായത് ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന സമയത്തും എനിക്ക് ആ കൊട്ടേഷൻ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു വേഴ്സ്, ആ ബൈബിൾ വേഴ്സ് എനിക്ക് മനസ്സിലേക്ക് വരും. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നേരിടാനായിട്ടുള്ള ശക്തിയും കോൺഫിഡൻസും ഈശോ എനിക്ക് ആ വചനത്തിലൂടെ നൽകുന്നുണ്ട്.